എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പറയണമെന്ന് തോന്നിയിരുന്നു, പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നീ നിന്റെ വഴിക്ക് പോകാൻ നോക്കടാ. ഇല്ലടാ, ഞാൻ ഇവിടുന്ന് പോവില്ല. നിന്നെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എടാ, എനിക്ക് നിന്നോട് സംസാരിക്കണം, സംസാരിച്ചേ തീരൂ. എടാ, എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. എടാ ഇന്ദ്ര, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാ വന്നിരിക്കുന്നത്, അത് നീ കേൾക്കണം. നീ അത് കേട്ടേ പറ്റൂ. ഇന്ദ്ര, ഇന്ദ്ര മോനെ, നീ എന്ത് പണിയാ കാണിച്ചേ? ഡ്രസ് ഒന്നും മാറിയില്ലേ? അല്ലെങ്കിൽ തന്നെ വിഷമം താങ്ങാനാകാതിരിക്കുമ്പോഴാ മുറി അടച്ചിട്ട് അകത്ത് കയറി ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഈ സങ്കടമൊക്കെ ഞങ്ങൾ എങ്ങനെ സഹിക്കും മോനെ? ഇന്ദ്രന്റെ ജീവിതത്തില് ആദ്യമായി ഉണ്ടായ അപമാനത്. ഈ അപമാനം സഹിച്ച് ഞാനിനി എങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അതിലും ഭേദം ഈ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ജന്മം തീർക്കുന്നതാ. ഇന്ദ്ര, നീ ഈ കാണിക്കുന്ന ഒന്നും ഒരു പരിഹാരമല്ല. നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത്. അനിയത്തിക്ക് ഒരു കള്ള കാമുകനുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ നീ എന്നെ ഈ വേഷം കെടുത്തത്? അവനും അവളും തമ്മിൽ പ്രേമത്തിലാണെന്ന് പല തവണ എനിക്ക് സംശയം തോന്നിയതാ. അപ്പോഴെല്ലാം ഞാനത് നിന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നീ അത് നിസാരമായി കണ്ട് വെറുതെ വിട്ടു. അതിന് വില കൊടുക്കേണ്ടി വന്നത് എന്റെ ഈ കുടുംബത്തിന്റെ ഈ അഭിമാനം. ശരിയാണ്, ഞാൻ അവളെ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. എനിക്കതിന് സാധിക്കാതെ പോയി. നിന്റെ കുറ്റസമ്മതവും പശ്ചാത്താപവും ഇവിടെ വിളമണ്ട. എടാ, ഞാൻ പശ്ചാത്തപിക്കാൻ വന്നൊന്നുമല്ല. നിന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിന് ശാന്തത കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നും എനിക്കറിയാം. എനിക്ക് വേണ്ടത് ഗിരിയുടെയും നിന്റെ അനിയത്തിയുടെയും ശവമാ. അതെ, അത് തന്നെയാ വേണ്ടത്. രണ്ടിനെയും വെട്ടിയെറിഞ്ഞ് കൊല്ലണം. കൊല്ലാടാ, കൊല്ലാൻ. ഇത് നകുലന്റെ വെറും വാക്കല്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ നിനക്ക് ഈ വാക്ക് തരുന്നത്. അവളിപ്പോ എന്റെ അനിയത്തിയല്ല, വടനിലത്ത് പത്മനാഭന്റെ മകളുമല്ല. വടനിലത്ത് കുടുംബമായിട്ടുള്ള അവളുടെ എല്ലാ ബന്ധവും ഞങ്ങൾ അറുത്ത് മുറിച്ച് കളഞ്ഞു. ഇന്ന് പടനിലത്ത് മുറ്റത്ത് വെച്ച് അച്ഛൻ അവൾക്ക് ഇരിക്കപ്പെട്ടും വെച്ചു. ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിന്നേക്കാൾ കൂടുതൽ പ്രതികാരവും പകയും എനിക്ക് അവരോടുണ്ട്. മുറിയടച്ചിരിക്കേണ്ടതും ഒഴിഞ്ഞു മാറേണ്ടതൊന്നും നീയല്ല. ഇല്ലാതാവേണ്ടത് അവനും അവളുമാ.